KSRTCയിൽ പ്രതിസന്ധി രൂക്ഷം. സംസ്ഥാന വ്യാപകമായി സർവീസുകൾ റദ്ദാക്കുന്നു. ജൂലൈ 21 മുതൽ 28 വരെ റദ്ദാക്കിയത് 6416 സർവീസുകൾ. അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കാത്തതിനെ തുടർന്നാണ് സർവീസുകൾ റദ്ദാക്കിയത്. KSRTCയിലെ സാമ്പത്തിക പ്രതിസന്ധി ദൈനംദിന പ്രവർത്തനത്തെ ബാധിച്ചെന്നതിന്റെ തെളിവ് കൂടിയാണ് സർവീസുകൾ റദ്ദാക്കുന്നത്. KSRTCയിൽ പ്രതിസന്ധി മൂർച്ഛിച്ചതിനെ തുടർന്നാണ് സർവീസുകൾ റദ്ദാക്കുന്നതിലേക്ക് എത്തിയത്. ജൂലൈ 21 മുതൽ 28 വരെയുള്ള കണക്ക് പ്രകാരം റദ്ദാക്കിയത് 6416 സർവീസുകളാണ്. പ്രിയദർശിനി സർവീസ് ഉൾപ്പെടെയാണ് റദ്ദാക്കിയത്. ജൂലൈ 21-ന് 775 സർവീസുകൾ റദ്ദാക്കിയപ്പോൾ ജൂലൈ 22-ന് 791, 23-ന് 799, ജൂലൈ 24-ന് 789, 25-ന് 801, 26-ന് 840, 27-ന് 792, ജൂലൈ 28-ന് 829 സർവീസുകളുമാണ് സംസ്ഥാന വ്യാപകമായി റദ്ദാക്കിയത്. സ്പെയർ പാർട്സ്, ടയർ എന്നിവയുടെ ലഭ്യതയില്ലാത്ത സാഹചര്യത്തിൽ ബസ്സുകൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കാതെ സർവീസുകൾ റദ്ദാക്കുകയായിരുന്നു. പ്രിയദർശിനി സർവീസ് കാരണം പ്രതിദിനം KSRTCയുടെ കളക്ഷനിൽ 3 കോടിയോളം രൂപയുടെ കുറവാണ് ഉണ്ടാകുന്നത്. ഇത് KSRTCയുടെ ദൈനംദിന പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു എന്നതിന്റെ തെളിവുകളാണ് സർവീസുകൾ ക്യാൻസലാക്കിയതിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ ജീവനക്കാർക്കുള്ള ഇൻസെന്റീവ് ബാറ്റയും കുടിശ്ശികയാണ്. ജൂൺ 26 മുതൽ ജൂലൈ 16 വരെയുള്ള ഇൻസെന്റീവാണ് കുടിശ്ശികയായത്. KSRTCയിലെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി കാരണം ജീവനക്കാരുടെ ഇൻസെന്റീവും പെൻഷൻകാരുടെ ആനുകൂല്യവും താളം തെറ്റിയ അവസ്ഥയിലും. KSRTCയിൽ പുത്തനാശയങ്ങൾ കൊണ്ടുവരും എന്നതായിരുന്നു UDF പ്രഖ്യാപനം. എന്നാൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് KSRTC നിലവിൽ എത്തിയിരിക്കുന്നത് എന്നതാണ് വസ്തുത. കഴിഞ്ഞ 10 വർഷം കൊണ്ട് വലിയ പ്രയത്നം നടത്തിയാണ് KSRTCയെ നഷ്ടത്തിന്റെ കണക്കുകളിൽ നിന്നും ലാഭത്തിന്റെ കണക്കുകളിലേക്ക് LDF സർക്കാർ എത്തിച്ചത്. ഇപ്പോൾ അതേ KSRTCയെ വീണ്ടും നഷ്ടത്തിന്റെ കണക്കുകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേവലം 2 മാസം കൊണ്ട് UDF സർക്കാർ. പ്രിയദർശിനി സർവീസ് നല്ലത് തന്നെ, പക്ഷേ KSRTC എന്ന ആ പൊതുഗതാഗത സംവിധാനത്തിന് ആണിക്കല്ലടിക്കുന്നതാകരുത് അത് എന്നത് മാത്രമാണ് സർക്കാരിനോടുള്ള അപേക്ഷ. മുനീർ ഖാനൊപ്പം S. ഷീജ, തിരുവനന്തപുരം.